ഹായ്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയും. ചായ പോലും ഇട്ടില്ല. ചായ ഇടണം. പക്ഷേ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രശ്നം വെള്ളമില്ല. കുറേ ദിവസം കൊണ്ടേ വെള്ളം നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. കുറേ ദിവസമായി നമ്മുടെ ടാങ്കിലൊന്നും വെള്ളം കയറുന്നില്ല. അപ്പം കാര്യം നമുക്ക് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളവർക്കും പടിഞ്ഞാന്ന് ദൂരോട്ടുള്ളവർക്കൊന്നും വെള്ളം കിട്ടുന്നില്ലായിരുന്നു. പടിഞ്ഞാറേ സൈഡിനോട്ടുള്ളതൊന്നും ആൾക്കാർക്ക് വെള്ളം കിട്ടുന്നില്ലായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ മറ്റേത് നമുക്ക് കുറേശ്ശെ പൈപ്പിൽ കിട്ടുന്നതായിരുന്നു വെള്ളം. വേറെ ലൈനിലെ പമ്പിലെ വെള്ളം നമുക്ക് കിട്ടുന്നതായിരുന്നു. ഇപ്പം അതും ഇല്ല. വെള്ളം ടാങ്കിൽ കിടന്ന വെള്ളമൊക്കെ ഇന്നലെ തീർന്നു. ഇന്നലെ രാവിലെ ആയപ്പോഴേ വെള്ളം തീർന്നു. പിന്നെ ഇരുന്ന വെള്ളമൊക്കെ എടുത്ത് കുളിക്കുകയും ഒക്കെ ചെയ്ത്. പിന്നെ കുറേ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു. 2 ബോട്ടിൽ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാചകം ചെയ്യാനൊക്കെ അതുണ്ടായിരുന്നു. പിള്ളേരും കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ചിലവല്ലേ. അപ്പം അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന് എപ്പോഴായാലും ആവശ്യമല്ലേ. അപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം. പൈപ്പ് പൊട്ടിപ്പോയതാണ്. നമ്മുടെ അല്ല, ലൈൻ പൈപ്പ് പൊട്ടിപ്പോയതാണ്. അപ്പോൾ അത് വെള്ളത്തിൽ കിടക്കുക. കലങ്കിൻ്റെ അടിയിലാണ് അതിന് നമ്മുടെ ജോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 3-4 വീട്ടുകാർക്ക് ഇവിടുത്തെ പിന്നെ അങ്ങ് പടിഞ്ഞാറോട്ടുള്ള മെയിൻ പൈപ്പ് വരെ ലൈൻ പൊട്ടിക്കിടക്കുക. അപ്പോൾ അത് കാരണം പടിഞ്ഞാറോട്ടുള്ളവർക്ക് ആർക്കും വെള്ളമില്ല. നമുക്കും ഇല്ല വെള്ളം. ഇന്നലെ ആയപ്പോഴും വെള്ളം തീർത്തും അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെങ്കിൽ നമുക്ക് അപ്പുറത്തുനിന്നൊക്കെ എടുക്കാമായിരുന്നു വെള്ളം. അപ്പുറത്ത് വേറെ ലൈനാണ്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ശാഖയായിട്ട് ഇങ്ങോട്ട് വന്ന് ഒരു ചെറിയൊരു 2.5 ഇഞ്ച് പൈപ്പിനകത്തുള്ള വെള്ളമായിരുന്നു നമുക്ക് വരുന്നത്. അപ്പുറത്തെ റോഡിനപ്പുറത്തെ സൈഡിൽ വലിയ മെയിൻ പൈപ്പാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കിഴക്കയിലൊക്കെ വെള്ളം കിട്ടുമായിരുന്നു. രാമിൻ്റെ വീട്ടിലൊക്കെ ഇന്നലെ തൊട്ട് അവർക്കും വെള്ളമില്ല. അപ്പോൾ എന്ത് വേണമെന്ന് അറിയാൻ വയ്യാതിരിക്കുക. ചായ ഇടാൻ കുറച്ച് വെള്ളമുണ്ട്. രാവിലെ കാപ്പിക്കൊന്നും ഉണ്ടാക്കാൻ വെള്ളമില്ല. ചോറ് വെക്കണമെങ്കിലും വെള്ളമില്ല. അപ്പോൾ ഇനി എവിടെയെങ്കിലും പോയി ചേട്ടൻ പോയി തുരുത്തല എവിടെയും പോയി നമ്മുടെ തൊട്ടടുത്ത് തന്നെ തുരുത്തല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ പട്ടംതുരത്തിൽ നമ്മുടെ വാട്ടർ കണക്ഷനുള്ളിടത്ത് അവിടെ കിണറൊക്കെ ഉള്ളടാം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി വെള്ളം എടുക്കണം. ഒരു കുടം വെള്ളം എടുത്ത് നമുക്ക് ഇന്നത്തെ ആവശ്യം ചോറും കറിയും വെക്കാനുള്ള വെള്ളമാവും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇനിയിപ്പം ചായ ഇടണം, അതാണ് കാര്യം. അപ്പം അങ്ങനെ വെള്ളവും ഇല്ല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കറണ്ടില്ല. ഇന്നലെ രാത്രി പോയ കറണ്ടാണ്. നേരം വെളുത്ത് ഇത്രയും നേരം കണക്ക് കറണ്ട് വന്നില്ല. അതും ആകെ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. പിന്നെ തുണികളൊക്കെ എനിക്ക് കുറേ കഴുകാൻ കിടക്കുന്നു. 3-4 ദിവസം കൊണ്ടേ തുണികൾ കഴുകുന്നില്ലായിരുന്നു, വെള്ളം കുറവായത് കാരണം. അപ്പോൾ ഇന്നിനി നാളെ പൈപ്പ് വീണ്ടും പണിഞ്ഞതിന് ശേഷമേ നമുക്ക് വെള്ളം കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കുക. ഇനി ചായ ഇടണം. പിന്നെ വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നലെ മഴ പെയ്ത് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മഴ പെയ്ത് രാത്രി ഒരു 10 മണി വരെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറേ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതും മേളിൽ നിന്ന് പുതുവെള്ളം ആയതുകൊണ്ട് പുതുവെള്ളം എന്ന് പറഞ്ഞാൽ കുറേ നാളായില്ലേ മഴ പെയ്തിട്ട്, കുറേ ദിവസങ്ങളായില്ലേ. അപ്പോൾ ആ വെള്ളം മേളിലൊക്കെ കിടന്ന് മേളിൽ നിന്ന് കാക്കയും കിളിയൊക്കെ കാറ്റമിട്ട് ഒക്കെ ഉള്ള അഴുക്കും പിന്നെ എലിക്കാട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ല. അതുകൊണ്ട് ആദ്യം എടുത്ത വെള്ളം ഞാനങ്ങ് കളഞ്ഞു. ആദ്യം ഒരു ട്രിപ്പ് മഴ പെയ്ത് ആ വെള്ളം ഞാനങ്ങ് കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പാത്രം പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ വെള്ളം, ഒരു 2-3 പാത്രത്തിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. എന്നാലും അതിനകത്ത് ഈ നമ്മുടെ പായലൊക്കെ പിടിക്കത്തില്ലേ മേളിൽ, അപ്പോൾ അതിൻ്റെ പൊടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ചോറ് വെച്ച് രാവിലെ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുക്കറിൽ തന്നെ ഇരുന്നാൽ വെന്ത് വരട്ട്. അപ്പം രാവിലെ പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകണ്ട, പക്ഷേങ്കിൽ ഞാൻ രാവിലെ ഉള്ള വെള്ളത്തിൽ ചോറങ്ങ് വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് വെന്ത് വരട്ട്. ഇനിയിപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ച് ഇട്ടുണ്ടായിരുന്നു. ചായയും കൂടെ തിളച്ച് വരുമ്പോഴത്തേക്ക് പാലെടുത്തുകൊണ്ട് വേണം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ പാലെടുത്തുകൊണ്ട് വിട്ടെ. പാല് ഫ്രിഡ്ജൊക്കെ കറണ്ടൊക്കെ പോയി ഇരുന്നതാണ്ട. മിനറൽ വാട്ടറിലൊക്കെ വെള്ളം തീർന്നു. ഈ ബോട്ടിലും തീർന്നു. വെള്ളമില്ല, കുറച്ചങ്ങണ്ടേ ഉള്ളു വെള്ളം. പിന്നെ പാലെടുത്ത് കറണ്ട് പോയത് കാരണേ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. അതിനി എടുത്ത് കളയണം. കാരണം ഇന്നലെ രാത്രിയിലങ്ങാണ്ട് പോയതാണ്. എത്ര മണിക്കാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മൾ
ഇതൊരു കുപ്പി പാലാണ്. ഇത് നല്ല പാലാണ് കേട്ടോ. ഈ പാല് നമ്മൾ മേടിച്ചാലുണ്ടല്ലോ കുറുകുറായിരിക്കുക. ഈ കുറച്ച് പാല് മതി നമുക്ക് ചായക്ക്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഒഴിക്കാം. പാല് തറയിൽ പോയി. ഇത്രയും പാല് മതി. ഇപ്പോൾ ഇത്രയും പാലൊഴിച്ച് ചായ ഒന്ന് തിളക്കട്ടെ. തിരിച്ചതുപോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഇനി ചായ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ഇന്നലെ പാത്രങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ പറക്കി വെച്ച്, അത്യാവശ്യം എല്ലാമൊന്നും പറക്കി വെച്ചില്ല. മഴവെള്ളമില്ലേ, പിന്നെ രാവിലെ വരുമെന്നുള്ള പ്രതീക്ഷയോടെ. അപ്പോൾ വെള്ളം വന്നിട്ടില്ല. എല്ലാത്തിലും പിടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം നമുക്ക് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിനൊന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. അപ്പോൾ അതൊക്കെ മതി. ഇനി പാത്രങ്ങൾ തേച്ച് കഴുകാൻ എന്തായാലും കുറച്ച് വെള്ളത്തിൽ പാത്രം കഴുകി എടുക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് മിനറൽ വാട്ടറാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് മിനറൽ വാട്ടറിനകത്ത് നമുക്കെടുക്കാം. കുറച്ചെടുത്ത് പാത്രം കഴുകുക, അല്ലാതെ പറ്റത്തില്ല. ഒരു ചെറിയ കുറച്ച് ബോട്ടിലിനകത്ത് തേയില ഇട്ട് കൊടുക്കട്ടെ. വെള്ളം ഇരിപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം അതിലൊന്ന് ഇച്ചിരി എടുത്ത് പാത്രം കഴുകാം. പിന്നെ ചായക്ക് തേയിലയൊക്കെ ഇട്ടിന് ചായ ഒഴിക്കണം. അപ്പം ചായ ഒന്ന് തിളച്ച് കേട്ട് എന്നിട്ട് വേണം ഇനി കുളിക്കാനുള്ള വെള്ളം വെക്കണം. ആ വന്നോ? ആ എന്താ മേടിച്ചു പിള്ളേർക്ക്? ആണോ? അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് ചേട്ടൻ പൈസ എടുത്തുകൊണ്ട് വന്നിനി അത് ഉണ്ടെന്ന് കൊടുക്കണം. കുടുംബശ്രീയുടെ പൈസ നോക്കട്ടെ എത്ര ഉണ്ടെന്ന്. 2500 രൂപ അടയ്ക്കേണ്ടത് മാസം. ഇപ്പോൾ 2500 ഉണ്ട്. അപ്പം നാണ്ട ഒരാൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചായ തരട്ടെ, പോയി മുഖമൊക്കെ കഴുകുക. എഴുന്നേര് പോയി ഇല്ല ചായ തരാം. പൈസ കൊടുത്തിട്ടുണ്ട്. ചായ കുടിക്കട്ടോ. രാവിലെ ശ്രീകുട്ടനും ദേവനും കുളിക്കാനുള്ള വെള്ളം വെച്ചതാണ്. മഴവെള്ളമാണ് ഇതൊന്ന് വെട്ടി തിളപ്പിച്ചിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിക്കാൻ. അല്ലെങ്കിൽ പിള്ളേരെ കുളിക്കാൻ കൃമിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ. അപ്പം അരിച്ചെടുത്ത വെള്ളമാണ്, പക്ഷേ കുഴപ്പമില്ല. എന്നാലും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കില്ല. അപ്പം ബ്രെഡ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. ബ്രെഡ് കഴിക്കുക. കുളിച്ച് റെഡിയായി, യൂണിഫോമൊക്കെ നരിച്ചു. എളുപ്പമായിട്ട് കഴിക്കും. 2 കൂടെ കഴിച്ചോ. ഇമാരി ഇങ്ങനെ സ്കൂളിൽ പോകാൻ നേരത്ത് രാവിലെ കഴിക്കാൻ മടിയാണ്, ഭയങ്കര മടിയാണ്. ഓറഞ്ചല്ല രാവിലെ കഴിക്കണ്ടെന്ന്. ഇത് കഴിക്കും. ആ ചായ മുക്കി കഴിക്കും. ഒരാളവിടെ കുളിക്കുന്നതേ ഉള്ളൂ. ഒരാൾ കുളിച്ച് കയറിയിട്ടില്ല. അയാൾ കുളിക്കുന്നതേ ഉള്ളൂ. 2 പേർക്ക് 8:30 ആകുമ്പോൾ വണ്ടി വരും. ഇപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോൾ 8:05 ആയിട്ടുള്ളതേ ഉള്ളൂ. 8. പെട്ടെന്ന് കഴിക്കും. ഇനിയിപ്പോൾ ദേവനും കൊടുക്കണം കഴിക്കാൻ. അപ്പം ദേവൻ കുളിച്ചിട്ട് കയറുന്നേ ഉള്ളൂ. ദേവൻ്റെ ബസ് വന്ന് ദേവൻ കയറി. ഇപ്പോൾ ശ്രീകുട്ടനെ അപ്പുറത്ത് നിന്ന് കയറും. അപ്പോൾ അതാ കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്ത പണികളൊക്കെ ചെയ്തു. അപ്പോഴെൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. പാത്രം കഴുകി ഇറക്കി വെച്ചു, പരിക്കകം തൂത്ത് തുടച്ചു.
അപ്പോൾ അതെല്ലാം ജോലി കഴിഞ്ഞ് ഇനി കഴുകാനുള്ള തുണികളൊക്കെ ഞാൻ വാരി അകത്തിട്ടിട്ടുണ്ട്, ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകിട്ട് വെള്ളം വരുമ്പോൾ അത് കഴുകാം. അപ്പോൾ ഇനി എനിക്ക് കാപ്പി കുടിക്കണം. കാപ്പി കുടിക്കാൻ കണ്ട ബ്രെഡും ചായ, ബ്രെഡും ചായയും കഴിക്കണം. ഇപ്പം ബ്രെഡും ചായയും കഴിച്ച് 12 മണി വരെയൊക്കെ പിടിച്ച് നിൽക്കാം. അപ്പം പിന്നെ അതിന് 2 ഓറഞ്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒരു 12 മണി 1 മണി വരെയൊക്കെ പിടിച്ച് പിടിച്ചിരിക്കണം. കാരണം ചോറ് വെച്ചിട്ടുണ്ട്, കറി വെക്കാൻ. ഇനിയിപ്പം കറി വെക്കുന്നില്ല, കാരണം ചേട്ടൻ അമ്പലത്തിൽ പോകുന്നുണ്ട് ചോറുണ്ണാൻ. അതായത് നമ്മുടെ വീടിനടുത്ത് തൊട്ടടുത്ത് മുളച്ചന്ദ്ര പറയുന്നൊരു അമ്പലമുണ്ട്. നമ്മുടെ ഉത്സവം നടക്കുന്ന, നമ്മൾ ഉത്സവം ആഘോഷിക്കുന്ന ഒരു അമ്പലം. അപ്പോൾ അവിടുത്തെ നവാകം നടക്കുക. അപ്പം അവിടെ ഓണമുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലായിരുന്നു, 9 ദിവസത്തെ നവാകമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ 9 ദിവസവും ഞാനും മോനും ലിച്ചി പിന്നെ ചേട്ടൻ കണ്ണപ്പൻ ഞങ്ങൾ വണ്ടിയെല്ലാം പോകുമായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലത്തെ ആഹാരവും ഉച്ചയ്ക്ക് ചോറ് വെക്കും. അപ്പോൾ അത് കുറച്ച് വെക്കത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നും ഞങ്ങൾ പോകുമായിരുന്നു. ഇപ്പോൾ അതുപോലെ 2-3 ദിവസം ഞാനും ചേട്ടനും കൂടെ ഒന്നിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കുളിക്കാൻ വെള്ളമില്ലാഞ്ഞുകൊണ്ട് ഞാനിന്ന് പോകുന്നില്ല. അപ്പോൾ അതായുള്ള സത്യസന്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. പറയുമ്പോൾ കുളിക്കാൻ വെള്ളമില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ചേട്ടൻ കുളിച്ചു. രാവിലെ പിള്ളേരും കുളിച്ചു. പിന്നെ ബാക്കി വെള്ളമൊക്കെ ഇരുന്നെടുത്ത് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയത്. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ പിന്നെ വാങ്ങിക്കുന്ന വെള്ളമുണ്ട്, വലിയ ബോട്ടിൽ. അതൊരു ബോട്ടിൽ വെള്ളം കുറച്ചേ കണ്ടേ ഉള്ളൂ. അപ്പോൾ അതിന്ന് വൈകിട്ട് ചായക്കും ഒക്കെ വേണം, പിന്നെ നമുക്ക് കുടിക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കാപ്പി ഉണ്ടാക്കുന്നത്. പിന്നെ മീൻ കറി ഇനി വൈകുന്നേരം വെക്കുന്നുള്ളൂ, കാരണം ഉച്ചയ്ക്ക് ഉണ്ണാൻ ആരുമില്ല. പിന്നെ വൈകുന്നേരം വെച്ചാൽ മതിയല്ലോ, രാത്രിയിലത്തേക്ക് മതി. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി രാത്രിയിലെ മീൻ കറി വെക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ബ്രെഡും ഒക്കെ കഴിക്കണം. ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഗുളിക കഴിക്കാൻ. ഞാനിതൊന്ന് കഴിക്കട്ടെ, കുറേ നേരമായി, സമയം ഒത്തിരിയായി എന്ന് പറഞ്ഞാൽ ഇപ്പം 9 മണി കഴിഞ്ഞിട്ടുണ്ട് സമയം. എന്നും ഞാൻ ഗുളിക കഴിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 8 മണിയാകുമ്പോഴേ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഞാൻ ഗുളിക കഴിക്കുന്നു. കാരണം സമയത്തിന് കഴിക്കുന്നത് ഗുളിക. അതുകൊണ്ട് പിന്നെ വെറുമയറ്റിൽ കഴിക്കാനുള്ളൊരു ഗുളികയുണ്ട്, ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുള്ളത്. അത് ഞാൻ രാവിലെ കഴിക്കും. ഒരു 6:30 ആകുമ്പോൾ ഞാനത് കഴിക്കും. കഴിച്ചിട്ട് പിന്നെ 8 മണിയാകുമ്പം പിള്ളേർ കഴിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഞാനും കാപ്പി കുടിക്കും. അങ്ങനെയാണ് രീതി. അപ്പം ഇന്നത് കഴിക്കാൻ പറ്റില്ല, കാരണം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ അങ്ങ് മടിച്ചിരുന്നു, പിള്ളേർ പോയതിൻ്റെ പുറകിന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തൂത്ത് പറക്കി ഒതുക്കിയതൊക്കെ വെച്ചപ്പോൾ മണി 9 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെങ്കിലും സമയത്തിന് ഗുളിക കഴിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ അതാ കാര്യം. അപ്പോൾ ഇനി ഞാനിതൊന്ന് കഴിച്ച് ഗുളികയൊക്കെ കഴിക്കണം. ചായയെ മുക്കി കഴിക്കാം ബ്രെഡ്. കഴിഞ്ഞ ലിജിയും കൂട്ടനും ഇവിടെ ഉള്ള സമയത്തും ഇതുപോലെ തന്നെ വെള്ളം കാണത്തില്ല. ഇതിപ്പോൾ നമുക്ക് മാത്രമല്ല വെള്ളമില്ലാതുള്ളത്, പടിഞ്ഞാറോട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് വെള്ളമില്ല. വെള്ളമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പൈപ്പ് പൊട്ടി പോവുക. അപ്പോൾ അത് മെയിൻ പൈപ്പ് ആയതുകൊണ്ട് വലിയ പാട്. നമ്മളെ തോട്ടിൽ വെള്ളം കുറയുന്നതനുസരിച്ച് അവിടെ ആ പൈപ്പ് പണിയാൻ പറ്റത്തുള്ളൂ. അല്ല തോട്ടിനകത്ത് വെള്ളത്തിൽ കിടക്കുന്ന പൈപ്പാണ്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് വേണം അത് കിട്ടാൻ. കഴിഞ്ഞ ദിവസം ഒരു ദിവസം വന്ന് പൈപ്പ് കെട്ടിയിട്ട് പോയതാണ്, റെഡിയാക്കിയിട്ടിട്ട് പോയതായിരുന്നു. നമ്മുടെ അടുത്ത വാർഡിലെ മെമ്പർ വന്നായിരുന്നു അത് കെട്ടിയത്. അപ്പോൾ അത് വീണ്ടും ശക്തിയോടെ വെള്ളം വന്നപ്പം വീണ്ടും അത് പൊട്ടിപ്പോയി. അതാ കാര്യം. ഇനി പണിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല ഇതെല്ലാം പൊട്ടിപ്പോയാൽ വെള്ളം തീർന്നു. പടിഞ്ഞാറോട്ടൊക്കെ ഒരുപാട് വീടുകളിലും വെള്ളമില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ 1 ടാങ്ക് 2 ടാങ്കിലൊക്കെ വെള്ളം അടിച്ചിടുന്നതുകൊണ്ട് കുറേ ദിവസം വരെയൊക്കെ 2-3 ദിവസം വരെയൊക്കെ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ പിടിച്ച് നിൽക്കുക. അതാ കാര്യം. നമുക്കും അതുപോലെ നമ്മളുള്ള പാത്രങ്ങളിലെ വലിയ പാത്രം ചരുവവും കരങ്ങളൊക്കെ കൊണ്ട് അതിലൂടെയൊക്കെ ടാങ്കിൽ കയറുന്നത് കൂടാതെ പിടിച്ചു വെക്കും. അപ്പോൾ പിള്ളേരും കൂടെ കൊണ്ടായിട്ട് അവർ തോന്നിയ രീതി വെള്ളം കോരി കളയുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നു. എല്ലാ പ്രാവശ്യവും അത് തന്നെ. ഈ പ്രാവശ്യം മാത്രമല്ല, എല്ലാ പ്രാവശ്യം വലിയ ടാങ്കിന് അല്ല നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത്. നമുക്ക് 500-ൻ്റെ ടാങ്കായിരിക്കുന്നു മേളിൽ. അപ്പോൾ അങ്ങനെ വെക്കുന്നോളെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ വെയിറ്റ് ഒരുപാട് പേരുടെ വേണ്ടതിന് താഴോട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് വെച്ചാൽ ചെറിയ ടാങ്ക് വെച്ചത്. അപ്പോൾ അതതിനെ കഴിഞ്ഞിപ്പോൾ ഒരു ചെറിയ ടാങ്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം 2 ദിവസം നിൽക്കാം. എന്നിട്ട് ഞങ്ങൾ ഇന്ന് 3-ാമത്തെ ദിവസം വെള്ളം ഇല്ലാഞ്ഞിട്ട് ഇത്രയും ദിവസം ഞങ്ങൾ പിടിച്ചു നിന്നു. ഇനി എന്തായാലും വൈകുന്നേരം വെള്ളം വരും. അപ്പം തുണികളൊക്കെ കഴുകണം. അപ്പം ഞാനിതൊന്ന് കാപ്പിയൊക്കെ കുടിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. ഞാൻ അടുത്തത് മരുന്ന് കഴിക്കണം എനിക്ക്.
ഇത് കണ്ട ഈ പാത്രം സൂപ്പറായിട്ട് പാത്രം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെവിട് പൊട്ടിപ്പോയി, ഇവിടെ കൊണ്ട് എങ്ങനെയോ പൊട്ടി, ചൂടെന്ത് സാധനം എന്തോ ഇരുന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഗുളികയാണ്. അപ്പം ഞാൻ ഗുളിക കഴിക്കാൻ പോവാം. അപ്പോൾ എനിക്ക് ഒരു ദിവസം 12 ഗുളികയാണ് ഒരു ദിവസം കഴിക്കാനുള്ളത്. ഒരു ദിവസം കഴിക്കുന്ന ഗുളികയുടെ എണ്ണമാണ് 12 ഗുളിക. രാവിലെ 4, വൈകിട്ട് 4, ഉച്ചയ്ക്ക് 4, രാത്രി 4. പിന്നെ അത് കൂടാതെ ഞാനൊരു കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. വേണ്ട, ഇതാണ് എനിക്ക് അമേരിക്കയിലുള്ള നമ്മുടെ ഒരു ഏറ്റവും അടുത്തുള്ള ഒരു ആൾ നമുക്ക് അയച്ചു തരുന്നതാണ്. ഇപ്പോൾ എനിക്ക് 2 ബോട്ടിൽ ഇങ്ങനെ അയച്ചു വന്നു. ആദ്യം ഒരു ബോട്ടിൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത ബോട്ടിൽ തന്നു. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു 100 ഗ്രാമിനടുത്തുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വിട്ടുപോകും ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തീരുന്ന സമയമായിട്ടുണ്ട്, തീരുന്ന സമയമായി വരിക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ വിട്ടുപോകും. അപ്പോൾ അന്ന് ഞാൻ കഴിക്കില്ല. അപ്പോൾ ഈ ഒരു ഗുളിക നമുക്ക് കാൽസ്യത്തിനും ഒക്കെ ഉള്ള, അതുകൊണ്ട് ഞാനിത് കഴിക്കും. വേറെ ദോഷഫലങ്ങളൊന്നും ഉള്ളതല്ല. ഇപ്പോൾ കഴിക്കും. പിന്നെ എൻ്റെ ഗുളിക കാണണ്ടേ, ഇതുണ്ടോ, ഇത് രാവിലെ കഴിക്കാനുള്ള, വെറും വയറ്റിൽ കഴിക്കണം എൻ്റെ ഗുളിക. ഇത് രാത്രി കഴിക്കാനുള്ള. അപ്പോൾ അതിൻ്റെ ഒന്ന് കഴിഞ്ഞു. ഇനി അത് അടുത്തത്, ഇത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. ഇത് കണ്ടോ, ഇത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. ഇത് കഴിഞ്ഞു, തീർന്നു. ഇത് രാവിലെയും വൈകിട്ടും കഴിക്കാനുള്ളതാണ്, രാവിലെയും ഉച്ചയ്ക്കും. ഇത് ഈ ഒരു ഗുളിക രാവിലെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള 2 സൈസ് ഗുളിക നമുക്ക് ശേഷം തീർന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതും ഇല്ല. അപ്പം മൊത്തം 9 സൈസ് ഗുളികയാണുള്ളത്. അപ്പോൾ അതിൽ ഈ ഗുളിക എനിക്ക് ഇന്നിനി ഉച്ച വരെ കഴിക്കാനുള്ള ഗുളിക ഉണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്, രാവിലെ കഴിക്കാനുള്ള 3 ഗുളിക ഉള്ളതിൽ 4 ഗുളിക ഉള്ളതിൽ 1 ഗുളികയേ ഉള്ളൂ. രാത്രി കഴിക്കാനുള്ളതിലും അതുപോലെ തന്നെ 2 ഗുളികയില്ല. രാവിലെയും വൈകിട്ടും 1/2 വീതം കഴിക്കേണ്ടുന്ന ഗുളികളുണ്ട്. അപ്പോൾ അതും ശേഷം തീർന്നു. എന്ന് വെച്ചാൽ എടുക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഉള്ള ഗുളിക തരത്തില്ല. അവർ ഒന്നി 15 ദിവസത്തേക്ക് തരും, അതല്ലെങ്കിൽ 1 മാസത്തേക്ക് മേടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേടിക്കാത്തത്. അഥവാ നമ്മൾ 15 ദിവസത്തേക്കുള്ള ഗുളിക എടുത്താൽ നമ്മളിനിയിപ്പോൾ 5-ാം തീയതി ചെക്കപ്പിന് പോകണം. 5-ാം തീയതി ചെക്കപ്പിന് ചെല്ലുമ്പം ഒന്നി ഡോക്ടർ പുതിയ ഗുളിക എഴുതി തരുവാണെങ്കിൽ ആ ഗുളിക വേസ്റ്റ് അല്ലേ. അതല്ല, ഡോക്ടർ പറഞ്ഞ് ഈ ഗുളിക ഇനി ഇവിടെ നിർത്ത് എന്ന് പറഞ്ഞാൽ അതും നമുക്ക് വേസ്റ്റാന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗുളികയ്ക്ക് ഭയങ്കര വിലയുള്ളതാണ്. ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗ്യാസിൻ്റെ ഗുളികയ്ക്ക് മാത്രമേ ഉള്ളൂ വില കുറവുള്ളത്, ബാക്കിയെല്ലാം ഭയങ്കര വിലയുള്ള. എനിക്ക് ഏതാണ്ട് ഒരു മാസത്തേക്കാണ്ട് 3000 പുറത്ത് രൂപയാവും ഗുളികയ്ക്ക്, 1 മാസത്തേക്കുള്ളത് എടുക്കുന്നത്. അപ്പം ചില മാസങ്ങളിൽ ഞാൻ 2ആയിട്ടൊക്കെ എടുക്കുന്നത്, 2 പ്രാവശ്യമായിട്ട് എടുക്കും. അതല്ലെങ്കിൽ ചിലപ്പം 1 പ്രാവശ്യമായിട്ട്. ഇപ്പം ഈ മോൻ കഴിഞ്ഞ പ്രാവശ്യം അവർ കൊല്ലത്ത് പോകാനായിട്ട് വന്ന സമയത്ത് മോൻ വന്ന് എടുത്തുകൊണ്ട് വന്ന് ഗുളിക എഴുതും. അപ്പോൾ അത് തീർന്ന് ഇനിയിപ്പോൾ എന്നെ വഴക്ക് പറയും, അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീഡിയോ പറഞ്ഞും പോയി, ഗുളിക മേടിക്കാത്തതിന് വഴക്ക് പറയും. അപ്പോൾ നമ്മളിപ്പം 1000-1500 രൂപയ്ക്കകത്ത് മരുന്ന് മേടിച്ചു കൊടുത്ത് ഇവിടെ കൊണ്ടുവച്ച് കളയേണ്ടെന്ന് ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മേടിക്കാനിത്. ഇനിയിപ്പോൾ എന്തായാലും ചെന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത് വെച്ചിട്ട് എന്നിട്ട് മേടിക്കാം. എന്തായാലും ഇപ്പോൾ 2 ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ, ഇന്നും നാളെയും. മറ്റന്നാൾ പിന്നെ നമ്മൾ ചെക്കപ്പിന് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ 8ൻ്റെ ഇൻ്റർസിറ്റിക്ക് പോയാൽ എനിക്ക് 2 മണിക്കാണ് അവിടെ കയറേണ്ടുന്നത്. 2 മണിക്ക് കയറുന്നതിന് രാവിലെ ഇൻ്റർസിറ്റിക്ക് പോകേണ്ടുന്ന കാര്യമില്ല. പക്ഷേ നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രെയിനില്ല. ഇവിടുന്ന് ട്രെയിൻ 9 മണിക്ക് ട്രെയിനുണ്ട്. പിന്നെ നമ്മൾ കൊല്ലത്തിറങ്ങിയിട്ട് വേറെ ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വേണ്ട. ഇതാകുമ്പോൾ ഒറ്റ ട്രെയിൻ അങ്ങ് ഇറങ്ങാം ഇൻ്റർസിറ്റിക്കാകുമ്പോൾ. പേട്ട ചെല്ലുമ്പോൾ 9:30, ചിലപ്പോൾ 10 മണിയാവുമായിരിക്കും. എന്നാലും ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് വെള്ളം എന്തൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ചോറ് കൊണ്ടുപോകണം. ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് കയറാൻ. അതല്ലേ നമ്മളവിടെ ക്യൂ നിന്ന് എവിടെയും അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വേണം. പിന്നെ അവിടെ നമുക്ക് ചോറ് കിട്ടും, പക്ഷെ നമ്മൾ ക്യൂ നിൽക്കണം, ഒരുപാട് സമയം ക്യൂ നിൽക്കണം. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് തലേന്ന് കറിയെല്ലാം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വെളുപ്പിനെ എഴുന്നേറ്റ് കുക്കറിൽ വെച്ച് ചോറ് വെച്ചിട്ട്
രാവിലെ പോകുമ്പോൾ 2 പൊതിയായിട്ട് അങ്ങ് പോകാൻ കരുതി. അപ്പം അങ്ങനെ ഇരിക്കുക. അപ്പം നമുക്ക് പൈസ ലാഭം, വീട്ടിലെ ആഹാരവും കഴിക്കാം. അപ്പോൾ ഞാനും ചേട്ടനോടാണ് പോകുന്നത്. വ്യാഴാഴ്ച പോകും. 2 മണിക്ക് ശേഷമാണ് ഡോക്ടർ ഉള്ളത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ തിരക്കാണെങ്കിൽ കുറേ കൂടെ താമസിക്കും. എന്നിട്ട് തിരിച്ച് നമുക്ക് അടുത്ത ഇൻട്രസിറ്റിക്ക് പോരുകയും ചെയ്യാം. അപ്പോൾ അതാണ് കാര്യം. അപ്പം ഞങ്ങളുടെ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. ഇനി വെള്ളം അതൊരു വിശേഷം തന്നെ. ഇനി അത് പൈപ്പ് പണിക്കാർ വന്ന് പൈപ്പ് പണിയൊക്കെ നടന്നതിന് ശേഷം പൈപ്പ് പണി നടന്നതിന് ശേഷം ഉടനെ അടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതില്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം അടിക്കും. അപ്പം ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.